നമസ്കാരം. ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. നിങ്ങളോട് അവർക്ക് പറയാനുള്ള കാര്യം എന്താണ്? റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും രീതിയിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വാക്ക് തർക്കങ്ങളെ അവർ റിപ്പീറ്റായിട്ട് ചിന്തിക്കുന്നതായി കാണുന്നു. എന്തെങ്കിലും മോശം വാക്കുകൾ, അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയോ അല്ലെങ്കിൽ അവർ പറഞ്ഞതായിട്ടുള്ള ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾ കേൾക്കാതെയോ ഇരുന്നിട്ടുണ്ടെങ്കിൽ, അതിനെതിരായി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് അവർ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, അടുത്തത് നിങ്ങളോട് അവർക്ക് പറയാനുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കിയാൽ നിങ്ങളാണ് അവരുടെ ലോകമെന്ന് തന്നെയാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അവരുടെ വേൾഡാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി കൂടി എടുക്കാം. അപ്പം കൂടുതൽ റെസനേറ്റ് ആകും. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ എനർജി എന്താണ്? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ എനർജി, കറണ്ട് എനർജി എന്താണ്? എന്ത് ആക്ഷൻ എടുക്കാനാണ് എൻ്റെ വ്യൂസ് തീരുമാനിച്ചിരിക്കുന്നത്? ഓക്കെ, നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക. നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ, എന്താണ് മനസ്സിൽ, ഇത് നേരെയാകുമോ ഇല്ലയോ, ശരിയായ ഒരു തീരുമാനം പറ്റുന്നില്ല. ഒന്നിലധികം ആൾക്കാരുടെ വാക്കുകളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളിപ്പോൾ ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നുകിൽ നിങ്ങൾ മറ്റുള്ള വ്യക്തികളോട് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളെ മുന്നോട്ട് പോകുവാൻ, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് വരാൻ സമ്മതിക്കാതെ ആരൊക്കെയോ ആയിട്ട് നിങ്ങൾ മാനസികമായിട്ടോ അല്ലാതെയോ ഫൈറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. ഇതൊന്നും അല്ലെങ്കിലും നിങ്ങൾ സ്വന്തം സോളിനോട് തന്നെ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയായിട്ട് എനർജി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണിലേക്ക് ഓഫർ കൊടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കോൾ മെസ്സേജ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലാം, ഞാൻ അങ്ങോട്ട് സംസാരിക്കാം എന്നുള്ള ഒരു എനർജിയാണ് ഇപ്പം